പി.വി. അൻവറിന്റെ പിന്തുണ നിലമ്പൂരിൽ യു.ഡി.എഫിന് ലഭിച്ചതോടുകൂടി യു.ഡി.എഫ് വലിയ ആത്മവിശ്വാസത്തിലും ധൈര്യത്തിലുമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യു.ഡി.എഫ് മണ്ഡലങ്ങളിൽ വിജയിച്ചു എന്നുള്ളത് മാത്രമല്ല, റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഓരോ മണ്ഡലങ്ങളിലും വിജയിക്കുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും. വി.ഡി. സതീശനടക്കമുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ.പി.സി.സി അധ്യക്ഷൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ, സമർത്ഥരായ കോൺഗ്രസിൻ്റെ യുവനിരയുടെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിലാണ് ഓരോ തെരഞ്ഞെടുപ്പിനെയും കോൺഗ്രസ് നോക്കിക്കാണുന്നതും പ്രവർത്തിക്കുന്നതും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സജ്ജമായ ഒരു ടീം വർക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. നിലമ്പൂരിൽ നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വി.എസ്. ജോയി തന്നെയായിരിക്കും യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെന്ന് 90% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വി.എസ്. ജോയിയെ സംബന്ധിച്ച സംഘടനാ പ്രവർത്തനത്തിലും ഒരു യുവമുഖമെന്ന രീതിയിലും നിലമ്പൂരിലെ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് എന്ന ബോധ്യത്തെ തുടർന്ന് യു.ഡി.എഫ് നടത്തിയ അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തിയ ഒരു സർവേയുടെ പുറത്താണ് വി.എസ്. ജോയിലേക്ക് എത്തുന്നത്. പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി യു.ഡി.എഫിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നതോടുകൂടി നിലമ്പൂരിൽ ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി, മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി യു.ഡി.എഫിന് വിജയിക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് അവരുടെ കണക്കുകൂട്ടൽ. ഇടതുപക്ഷത്ത് സ്വരാജ് അടക്കമുള്ള പല പ്രമുഖരുടെ പേരുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരു വലിയ കൃത്യതയിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ വിജയിച്ചിട്ടുള്ള തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും എല്ലാം കോൺഗ്രസ് നടത്തിയിട്ടുള്ള ചില പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഉണ്ട്, പാലക്കാടടക്കം. അതിലൊന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ തുടർന്ന് തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കലാണ്. എന്നാൽ ഔപചാരികപരമായി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് മുമ്പ് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിനെപ്പറ്റി ഒരു സൂചന നൽകുകയോ അതല്ല എങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ചർച്ച ചെയ്ത് പിന്തുണയുണ്ട് എന്ന കോൺഗ്രസിനോ യു.ഡി.എഫിനും ഒക്കെ തോന്നുന്ന നേതാവിനെ ആയിരിക്കും മത്സരിപ്പിക്കുക. അത്തരത്തിൽ ഇപ്പോൾ മുഴങ്ങി കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര് വി.എസ്. ജോയിയുടേതായതുകൊണ്ട് തന്നെ വി.എസ്. ജോയി തന്നെയാകും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് സ്ഥാനാർത്ഥിയാകുവാൻ സാധ്യത ഏറെയുള്ള നേതാവ്. ഇവിടെ പി.വി. അൻവറിന്റെ മണ്ഡലം, പി.വി. അൻവർ 2 തവണ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ യു.ഡി.എഫിന് പിന്തുണ പി.വി. അൻവർ നൽകുമ്പോൾ സ്വാഭാവികമായും യു.ഡി.എഫിന്റെ ആത്മവിശ്വാസം വർദ്ധിക്കുമ്പോൾ പി.വി. അൻവറിന് പകരം യു.ഡി.എഫ് എന്ത് നൽകുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഏത് മണ്ഡലത്തിലേക്കായിരിക്കും പി.വി. അൻവറിനെ പരിഗണിക്കുക? യു.ഡി.എഫിന്റെ ഒരു പ്രധാന സീറ്റ് പി.വി. അൻവറിന് നൽകാൻ സാധ്യതയില്ലേ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് മറുപടി നൽകാൻ കഴിയുക. ആ മണ്ഡലം മറ്റൊന്നുമല്ല, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയാണ്. തിരുവമ്പാടി മണ്ഡലം പി.വി. അൻവറിന് നൽകുന്നതിൻ്റെ പ്രധാന കാരണത്തിലൊന്ന്, തിരുവമ്പാടി അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണ്. അതായത് കോഴിക്കോട്, വയനാട്, മലപ്പുറം 3 ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തിരുവമ്പാടി മണ്ഡലം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായ വയനാടിൻ്റെ പരിധിയിൽ വരുന്ന തിരുവമ്പാടി മണ്ഡലം, ആ തിരുവമ്പാടി മണ്ഡലം നിലവിൽ ലീഗ് കൈവശം വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ലീഗിന് വളരെ കുറഞ്ഞ സമയങ്ങളിൽ മാത്രം വിജയിക്കുവാൻ സാധിച്ചിട്ടുള്ള, ഇടതുപക്ഷം കൂടുതൽ തവണ വിജയിച്ചിട്ടുള്ള തിരുവമ്പാടി, ആ തിരുവമ്പാടിയിൽ പി.വി. അൻവറിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരുപക്ഷം ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊരു വിഭാഗം പറയുന്നത് അദ്ദേഹത്തിന് നിലവിൽ തിരൂർ, താനൂർ പോലെയുള്ള ഇടതുപക്ഷം വിജയിക്കുന്ന ലീഗിന്റെ അതിപ്രസരമുള്ള ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ ആ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലം പി.വി. അൻവറിന് നൽകാമെന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം, നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ജില്ല കോഴിക്കോടാണ്. മലപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ ലീഗിനാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത്. കോൺഗ്രസിനാകെ ഉള്ളത് 4 സീറ്റുകളാണ്. ആ 4 സീറ്റിൽ ഒരു സീറ്റ് ഘടകകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ പി.വി. അൻവറിന് നൽകിയാൽ സ്വാഭാവികമായും മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അത് ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് എന്നും, കൂടാതെ 4 സീറ്റിൽ ഒരെണ്ണം സംവരണ സീറ്റ് കൂടി ആയതുകൊണ്ട് തന്നെ പി.വി. അൻവറിനെ മലപ്പുറം ജില്ലയിലെ നിലവിൽ കോൺഗ്രസിന്റെ പക്കലുള്ള 4 സീറ്റുകളിലേക്ക് പരിഗണിക്കാൻ കഴിയില്ല. മറിച്ച് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ 10ലേറെ സീറ്റുകളാണ് അവിടെ കോൺഗ്രസിനുള്ളത്. സ്വാഭാവികമായും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയാണ് എന്തുകൊണ്ടും പി.വി. അൻവറിന് അനുയോജ്യമായ മണ്ഡലം എന്ന കണക്കൂട്ടലിലേക്ക് കോൺഗ്രസ് എത്തുകയും അത് നൽകുകയും ചെയ്യും. ഇനി തിരുവമ്പാടിയിലേക്ക് വരുമ്പോൾ, തിരുവമ്പാടിയെ സംബന്ധിച്ച് CPM കാര്യമായ രീതിയിൽ വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവമ്പാടി എങ്കിൽ പോലും കഴിഞ്ഞ കുറേ കാലങ്ങളിലെ വോട്ട് നിലവാരം പരിശോധിക്കുമ്പോൾ അവിടെ വിജയിച്ചവരെല്ലാവരും 5000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. അപ്പോൾ അവിടെ പ്രതീക്ഷയേറെയാണ്. ഇനി ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അവിടെ ക്രൈസ്തവ ഭൂരിപക്ഷം കൂടിയുള്ള ഒരു മേഖലയാണ് തിരുവമ്പാടി. അവിടെ ക്രൈസ്തവരുടെ കൂടി പിന്തുണയുള്ള ഒരു നേതാവ് മത്സരിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി വിജയിക്കുവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ലീഗിൻ്റെതായിട്ടുള്ള ഒരു മുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മത്സരിച്ചാൽ വിജയിക്കുവാനുള്ള സാധ്യത കുറവാണ്. ലീഗ് വിജയിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ലീഗിൻ്റെ മുഖത്തിൽ മാത്രം മത്സരിക്കുകയാണ് എങ്കിൽ വിജയിക്കാനുള്ള സാധ്യത അവിടെ കുറവാണ്. ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഒടുവിലൂടെ മത്സരിച്ച് വിജയിച്ച് നിൽക്കുന്ന ലിൻഡോ ജോസഫ് അടക്കം
5000-ൽ താഴെ വോട്ടുകളാണ് വിജയിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല അവിടെ വിജയിച്ചിട്ടുള്ള CPM നേതാക്കന്മാരിൽ പലരും ക്രൈസ്തവ പിന്തുണയോടുകൂടി മത്സരിച്ച് വിജയിച്ചവരാണ്. ഇനി PV അൻവർ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ തിരുവമ്പാടിയിലേക്ക് മത്സരിക്കുമ്പോൾ അതുകൊണ്ട് PV അൻവറിനും UDF-നും ഒക്കെ ഗുണമുണ്ടാകുമോ എന്ന ചോദ്യം. PV അൻവറിന് ഒരു മതപരമായ മുഖത്തിനേക്കാൾ അപ്പുറത്തേക്ക് സർക്കാരിനെതിരായി സർക്കാരിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സർക്കാരിനെതിരായി കൃത്യമായ രീതിയിൽ ആഞ്ഞടിച്ച പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തിയ കുറേയേറെ കാലങ്ങളായി CPM-നെതിരെയും മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഒക്കെ വലിയ വികാരങ്ങൾ ഉള്ളിൽ കൊണ്ടു നടന്ന ഇടതുപക്ഷ പ്രവർത്തകരുടെ ഉള്ളിൽ പോലും ഉണ്ടായിരുന്ന പല കാര്യങ്ങളും വെട്ടിത്തുറന്നു പറയുവാനുള്ള ആർജവം കാണിച്ച നേതാവാണ് PV അൻവർ എന്നൊരു മുഖച്ഛായ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് തന്നെ PV അൻവറിനെ സംബന്ധിച്ച് തിരുവമ്പാടിയിൽ നിലവിൽ CPM ലഭിക്കുന്ന പിന്തുണയിൽ ഒരു വിഭാഗം PV അൻവറിലേക്ക് ചാഞ്ചാടുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള 5000 വോട്ടിന്റെ വ്യത്യാസം മറികടക്കുവാൻ UDF-ന് സാധിക്കുകയും PV അൻവറിന് വിജയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ CPM PV അൻവറിലൂടെ പിടിച്ചെടുത്ത നിലമ്പൂർ മണ്ഡലം പോലെ ഇനി UDF പക്ഷത്ത് നിൽക്കുന്ന കരുത്താർന്നൊരു മണ്ഡലമായി തിരുവമ്പാടിയെ മാറ്റാൻ സാധിക്കുമെന്ന കണക്കൂട്ടൽ കൂടിയാണ് തിരുവമ്പാടിയിലേക്ക് PV അൻവറിനെ പരിഗണിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം. മധ്യ കേരളത്തിൽ നിന്ന് നിരവധി പേർ ഇതിനു മുമ്പും ഇത്തരത്തിൽ വടക്കൻ കേരളത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CP ജോർജ് ആണെങ്കിലും സിറിയക് ജോർജ് ആണെങ്കിലും അവരെല്ലാവരും മധ്യ കേരളത്തിൽ നിന്ന് ഇവിടങ്ങളിൽ വന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളവരാണ്. ഇനി അതുപോലെ തന്നെ PV അൻവറിനും ഇവിടെ സാധ്യത ഏറെയാണ്. ക്രൈസ്തവ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ തിരുവമ്പാടിയെ സംബന്ധിച്ച് വലിയ പിന്തുണ ലഭിക്കുവാനുള്ള സാധ്യത ഏറെയാണ് PV അൻവറിന്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ PV അൻവറിന് അനുകൂലമാകും. PV അൻവറും ഇതേ ആവശ്യം മുൻപോട്ട് വെച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF-ന്റെ കണക്കൂട്ടലനുസരിച്ച് നിലമ്പൂരിലും അതുപോലെ തിരുവമ്പാടിയിലും UDF-ന് വിജയിക്കുവാൻ സാധിക്കും. ഒപ്പമില്ലാത്ത 2 മണ്ഡലങ്ങൾ അവർക്ക് ലഭിക്കും എന്ന കണക്കൂട്ടലാണ് ഇപ്പോൾ UDF-നുള്ളത്.